ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നിതീഷ് കുമാറിന്റെ സഹായത്തോടു കൂടിയാണ് മോദി ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കേണ്ടത് മോദിയുടെ കർത്തവ്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പൊതുവെ ചാഞ്ചാടുന്ന പ്രകൃതമുള്ള നിതീഷ് കുമാർ എങ്ങോട്ടും ചാടും. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ നിതീഷ് NDAക്ക് തൻ്റെ സപ്പോർട്ട് നൽകത്തുമില്ല. ഇതാണ് മോദിയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നത്. അതേസമയം ബീഹാറിൽ RJDയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മഹാസഖ്യം ആദ്യഘട്ടത്തിലെ പിണക്കങ്ങളൊക്കെ മാറ്റി ഒന്നായി ഒരേ തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരി യാത്ര ബീഹാറിൽ വലിയ പ്രകമ്പനമാണ് ഉണ്ടാക്കിയത്. വോട്ട് ചോരി യാത്രയ്ക്ക് ശേഷം നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. സർവേ ഫലങ്ങളെല്ലാം മഹാസഖ്യത്തിന് അനുകൂലമാണ്. മഹാസഖ്യം വലിയ വിജയം നേടുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. കോൺഗ്രസും RJDയും ചിലയിടങ്ങളിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കമുണ്ടായപ്പോൾ NDA ക്യാമ്പ് ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ അവസാന ലാപ്പിൽ ആ തർക്കമൊക്കെ മാറ്റിവെച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസും RJDയും. അവർക്കൊപ്പം CPM, CPI, CPI, ML തുടങ്ങിയ ശക്തികളുമുണ്ട്. വോട്ട് ചോരി യാത്രയിലൂടെ ജനങ്ങളെ ഇളക്കി മറിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ബീഹാർ ഗ്രാമങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു സ്വീകരണമാണ് ലഭിച്ചത്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് മഹാസഖ്യം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. BJP ആകട്ടെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാതെയാണ് പ്രചരണം നടത്തുന്നത്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ബീഹാർ BJP ഘടകത്തിന് താല്പര്യമില്ല. സാമ്രാട് ചൗധരി മുഖ്യമന്ത്രി കുപ്പായവും ധരിച്ച് നിൽപ്പുണ്ട്. പക്ഷേ മോദിക്ക് നിതീഷ് കുമാറിനെ അവിടെ പ്രതിഷ്ഠിച്ചേ മതിയാവൂ. കാരണം അല്ലെങ്കിൽ നിതീഷ് കുമാർ തനിക്കോണം കാണിക്കും. നിതീഷ് കുമാർ ഒന്നുകിൽ മഹാസഖ്യത്തോടൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മോദി മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും. എന്തും സംഭവിക്കാം. ബീഹാറിൽ തൂക്ക് മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ നിതീഷ് കുമാർ ചാടും എന്നുള്ളത് ഉറപ്പാണ്. ചുരുക്കത്തിൽ മോദിക്ക് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാറിൽ പതിറ്റാണ്ടുകളായി NDA ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RJD ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. തേജസ്വി യാദവ് RJDയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം വലിയ മാറ്റമാണ് RJDയിൽ ഉണ്ടായത്. തേജസ്വി യാദവ് മികച്ച സംഘാടകനാണ്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അവസാന ഘട്ടത്തിൽ ഒന്നിച്ചു ചേർന്നത് മഹാസഖ്യത്തിന്റെ വിജയത്തിന് നാന്ദി കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെ പുറത്തു വന്ന സർവേ ഫലങ്ങളെല്ലാം മഹാസഖ്യത്തിന് അനുകൂലമാണ്. അതൊക്കെയാണ് മോദിയെ വിഷമിപ്പിക്കുന്നത്. മാത്രമല്ല, വോട്ട് ചോരി യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി വോട്ടുകൾ മറിഞ്ഞു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ വോട്ടിൽ കൃത്രിമത്വം കാണിക്കാതിരിക്കാൻ തങ്ങളുടെ പ്രവർത്തകരെ ബോധവാന്മാരാക്കി മാറ്റുകയും ചെയ്തു. ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകർ എല്ലാ ബൂത്തിലും ഉണ്ടാകും പ്രത്യേക നിരീക്ഷണവുമായി. ബീഹാറിൽ വോട്ട് ചോരി യാത്ര നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടി BJP വീണ്ടും അധികാരത്തിൽ വരരുത് എന്നാണ്. പലയിടത്തും BJP അധികാരത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയാണ് എന്നത് വ്യക്തമാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇത് കണ്ടു. മഹാരാഷ്ട്രയിൽ വലിയ അത്ഭുതമാണ് സംഭവിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മിന്നുന്ന വിജയം കൊയ്തപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു വിജയം നേടി. അത്
വോട്ടിൽ അത് വോട്ടെടുപ്പിൽ കൃത്രിമം കാണിച്ചത് കൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി അന്ന് തന്നെ ആരോപിച്ചിരുന്നു. എന്തായാലും ബീഹാറിൽ ആ കളി നടക്കില്ല. ബീഹാറിൽ മഹാസഖ്യം ഇപ്പോൾ ടോപ്പ് ഗിയറിൽ മുന്നേറുന്നു. രണ്ട് ഘട്ടമായാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പാണ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. ഇനി ഒരാഴ്ച പോലും ഇല്ല. എന്തായാലും ബീഹാർ ഒരു സൂചന മാത്രമാണ് മഹാസഖ്യത്തിന് ഒരുമിച്ച് നിന്നാൽ വിജയിക്കാൻ കഴിയും എന്നുള്ള സൂചന. ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടാൽ നിതീഷ് കുമാർ എങ്ങോട്ട് തിരിയും എന്നത് മോദിയെ ആശങ്കപ്പെടുത്തുന്നു. അധികാരമാണ് നിതീഷ് കുമാറിന്റെ ലക്ഷ്യം. നിതീഷ് കുമാർ മോദിക്കുള്ള പിന്തുണ പിൻവലിച്ചാൽ മോദി സർക്കാർ വളരെ ദുർബലമായി മാറും. പിന്നീട് വളരെ എളുപ്പമാണ് ഇന്ത്യ മുന്നണിക്ക് മോദിയെ അട്ടിമറിക്കാൻ. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന്റെ നാന്ദി കുറിക്കലായി മാറും എന്ന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കരുതുന്നു. അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ബീഹാറിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് ശ്രദ്ധേയം. അഖിലേഷ് യാദവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ വൻ ജനക്കൂട്ടമാണ് കാത്ത് നിൽക്കുന്നത്. മഹാസഖ്യത്തിന്റെ ശക്തി ഗ്രാമങ്ങളാണ്, BJPയുടെ ശക്തി നഗരങ്ങളും. നഗരത്തിൽ ഇത്തവണ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി വളരെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് BJPക്ക് വലിയൊരു വിജയം നേടുക അസാധ്യമാണ്. മഹാസഖ്യത്തിന്റെ വിജയം അത് എന്തുകൊണ്ടും സാർത്ഥകമാക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ സാന്നിധ്യം. രാഹുൽ ഗാന്ധി നന്നായി പണിയെടുത്തു ബീഹാറിൽ. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നേരത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ആ തന്ത്രമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് അടുത്തിരിക്കുന്നത്. ബീഹാറിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. നിതീഷ് കുമാറിന്റെ കീഴിലുള്ള സർക്കാർ ബീഹാറിൽ സൃഷ്ടിച്ചത് തൊഴിലില്ലായ്മയാണ്. അതിലും അപ്പുറമാണ് അഴിമതി. കെട്ടിയ പാലങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്നത് ബീഹാറിലെ ജനങ്ങൾ കണ്ടു. അതിനെയൊക്കെ മാറ്റിമറിക്കാൻ മോദിയുടെ ഫാക്ടറിന് കഴിയുമെന്ന് ബീഹാറിൽ BJP വിശ്വസിക്കുന്നു. പക്ഷേ മോദി ഫാക്ടർ എത്ര കണ്ട് ഇത്തവണ ബീഹാറിൽ ഭരിക്കുമെന്ന് കണ്ടറിയണം. കാരണം ബീഹാറിൽ ഉടനീളം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ട്രെൻഡാണ് നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിലും ഓട്ചോരി യാത്രയിലും വന്നുകൂടിയ ജനങ്ങൾ ബീഹാറിൽ മാറ്റത്തിന്റെ തെളിവ് നൽകുന്നു. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. മഹാസഖ്യം പിടിച്ചെടുത്താൽ മോദിയുടെ കസേര ഇളകി തുടങ്ങും. നിതീഷ് കുമാർ തനിക്കോണം കാണിക്കും എന്നതും ഉറപ്പ്.